ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ വെക്കേഷനൊക്കെ ആയിട്ട് അങ്ങനെ 10 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ അച്ചുകുട്ടന് സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ അച്ചുകുട്ടന് രാവിലെ സ്കൂളിൽ വിടാനുള്ളൊരു രാവിലത്തെ ഒരു തിരക്കും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തലേ ദിവസം മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുകുട്ടന് ഇഡ്ഡലി ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തിയും ഇഡ്ഡലിയും കൂടി ആക്കാമെന്ന് വെച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ്, എപ്പോഴും എഴുന്നേൽക്കാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ്. ഇത്രയും ദിവസം നമ്മൾ ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റാകുമ്പോൾ നമുക്ക് ചെറിയൊരു മടിയൊക്കെ വരും രാവിലെ എഴുന്നേൽക്കാനായിട്ട്. അത് കാരണം എന്തായാലും അച്ചുവിനെ നേരത്തെയൊക്കെ വിളിക്കണ കാരണം ഞാൻ പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ മാവൊക്കെ പൊട്ടിച്ച്, പിന്നെ അമ്പുക്കുട്ടൻ ഈ ടൈമിൽ നല്ല ഉറക്കമാണ്. ഇപ്പം അമ്പുക്കുട്ടൻ എൻ്റെ ഒപ്പം അങ്ങനെ കറക്റ്റ് ടൈമിൽ ആൾ എഴുന്നേൽക്കാറില്ല, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കാറുള്ളൂ. പിന്നെ ഞാൻ മാവൊക്കെ പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ രാവിലെയുള്ള കട്ടൻ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ട് ഞാനിപ്പോൾ കട്ടനിട്ട് ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് അച്ചുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചായിരുന്നു. ഇത്രയും ദിവസം ആൾ ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റത്. അത് കാരണം രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ ചെറിയൊരു മടിയും ഒക്കെ കാണുന്ന കാരണം ഞാൻ ഇച്ചിരി നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഒക്കെ റെഡിയായി കോരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മാവൊക്കെ കോരി ഒഴിച്ച് ഇഡ്ഡലി വേകാൻ വേണ്ടി വയ്ക്കുവാണ്. അങ്ങനെ 2 തട്ടിലും ഞാൻ ആവശ്യത്തിന് മാവൊക്കെ കോരി ഒഴിച്ചിട്ട് അടച്ച് നല്ലപോലെ അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഇനി പെട്ടെന്നൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അച്ചുകുട്ടന് ചുമന്ന ചമ്മന്തി മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ചുമന്ന ചമ്മന്തി അതും റെഡിയായിട്ടുണ്ട്. പിന്നെ അച്ചുകുട്ടൻ സ്കൂളിൽ പോകാനുള്ളൊരു എല്ലാം എടുത്തൊക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. പിന്നെ അച്ചുകുട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഫ്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഈ പ്രാവശ്യം ചെയ്തത്. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇരിക്കുന്ന മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിമോച്ചൻ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇന്നത്തെ മീൻ വറുത്തത് കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ മീനിലൊക്കെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിളിമീൻ മേടിച്ചായിരുന്നു. അപ്പോൾ കിളിമീനും കൂടി എനിക്കൊന്ന് കറി വെക്കണം. കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ചട്ടി ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഈ ചട്ടി മേടിച്ചിട്ട് വന്നപ്പോഴേ ഞാൻ അത് റെഡിയാക്കിയൊക്കെ വെച്ചായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ രീതിക്കൊക്കെ തന്നെ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ട് വേണ്ട ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു തക്കാളിയും എല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ മീനിട്ടായിരുന്നു കേട്ടോ. കിളിമീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ മീനൊക്കെ ഇനി എടുത്തിടുവാണ്. അപ്പം മീനെല്ലാം എടുത്തിട്ടിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുവാണ്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൊഴുവ ഫ്രൈ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഊണ് കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. അമ്മക്കുട്ടന് ഊണൊക്കെ കൊടുത്തിട്ട് അമ്മക്കുട്ടൻ ഇപ്പോൾ ഉറങ്ങുവാണ്. ഞാനും കഴിച്ചു. ഇനി മോശമാണ് കഴിക്കാനുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുവാണ്. വാങ്ങിച്ച് കിടത്തിയിട്ട് വേണം ഇനി ചേട്ടനും കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ഇന്ന് 31. അപ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കും, സമയം നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതേപോലെ തന്നെ പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ, സന്തോഷവും സമാധാനമുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചേക്കാം. എനിക്കൊപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ നമുക്ക് ബൈ.